പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹം. ആ സ്നേഹത്തെ അറിഞ്ഞ് അനുഭവിച്ച് സ്വായത്തമാക്കി ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരുവാനുള്ള ആഹ്വാനമാണ് നാം കേട്ടത്. യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നാം കേട്ടുവല്ലോ. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ നാം വായിച്ചത് എന്താണ്? യേശു തൻ്റെ ശിഷ്യന്മാരെ സ്നേഹിച്ചിരുന്നത് പോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. ആ ഒരു വാക്ക്, അവസാനത്തോളം അവരെ സ്നേഹിച്ചു, അത് സ്ഥിരതയുള്ള ഒരു സ്നേഹമാണ്. പെർസിസ്റ്റ് ചെയ്യുന്ന, ഇടയ്ക്കിടയ്ക്ക് നിന്നു പോകാത്ത ഒരു സ്നേഹമാണ്. നമ്മുടെയൊക്കെ കുറവ് അതാണ്. നമ്മുടെ സ്നേഹം ചിലപ്പോൾ വളരെ സജീവമായിരിക്കും, സന്തോഷത്തോടെ സ്നേഹിക്കും, കുറച്ച് കഴിയുമ്പോൾ ആ സ്നേഹം ഇല്ലാതെ പോകും, അല്ലേ? മുമ്പ് ഒരു 30 വർഷം മുമ്പ് ഞാൻ ബാങ്കിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് എൻ്റെ കൂടെ ഒരു കൃഷി ഓഫീസറുണ്ട്. ആ കൃഷി ഓഫീസർ അനേകം നാട്ടിലുള്ള ഗ്രാമപ്രദേശത്താണ്. അവിടെയൊക്കെ എല്ലാവർക്കും ലോൺ കൊടുക്കും. പലർക്കും പച്ചക്കറി കച്ചവടം ചെയ്യാൻ അമ്മച്ചിമാർക്കൊക്കെ 5000 2000 ഒക്കെ ലോൺ കൊടുക്കും. അവരൊക്കെ പൈസ അടയ്ക്കാൻ വരും. അപ്പോൾ ഒരു ദിവസം ഒരു അമ്മച്ചി, അവർക്ക് വിദ്യാഭ്യാസമൊന്നുമില്ല, ഒരു പാവപ്പെട്ട ഒരു അമ്മച്ചി, അവർ പച്ചക്കറി വഴിയിൽ വെച്ച് കച്ചവടം ചെയ്യുന്ന ഒരു അമ്മച്ചിയാണ്. അമ്മച്ചി പൈസ അടയ്ക്കാൻ വന്ന്, അവർ 50 രൂപയോ വല്ലതും കൊണ്ട് തവണ അടയ്ക്കും. അപ്പോൾ ഈ കൃഷി ഓഫീസർ ചോദിച്ചു, അമ്മച്ചി എങ്ങനെയുണ്ട്, കച്ചവടമൊക്കെ നടക്കുന്നുണ്ടോ, ലാഭമൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു. അമ്മച്ചി പറഞ്ഞ മറുപടി, ഉണ്ട് സാറേ, ലാഭമുണ്ട്, ഇടയ്ക്ക് നഷ്ടമുണ്ട്. ലാഭങ്ങൾ വരും, ഇടയ്ക്കിടയ്ക്ക് നഷ്ടങ്ങളും വരും. ഇങ്ങനെ എല്ലാം കയറി ഇറങ്ങിയാ വരുന്നത്. എനിക്കിതൊന്നും അറിയത്തില്ല. ഞാൻ നമ്മുടെ സ്നേഹത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ചിലപ്പോൾ നമുക്ക് തോന്നും എനിക്ക് വളരെ സ്നേഹമുണ്ട്, ദൈവത്തോടും മനുഷ്യരോടും ഒക്കെ നല്ല സ്നേഹമുണ്ടെന്ന് നമ്മൾ ഫീലിംഗ് ഉണ്ട്, തോന്നും. പക്ഷേ ചിലപ്പോൾ ഈ സ്നേഹത്തിൽ എന്ത് കയറി വരും? സ്വാർത്ഥതയും കാഠിന്യവും ഇഷ്ടക്കേടും വിരോധവും പ്രതികാര ബുദ്ധിയും എല്ലാം ഇടയ്ക്കിടയ്ക്ക് കയറി വരും. അത് സാത്താൻ കൊണ്ടുവരുന്ന കാര്യങ്ങളാണ്. നാം ഇന്ന് കേട്ട വചനങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവമേ, എൻ്റെ സ്നേഹം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയി വരുന്നതായിരിക്കും. നോഹയുടെ പെട്ടകത്തിൽ ഒരു പ്രാവിനെ വിട്ടു, അത് വന്നും പോയി വരുന്നു, ഇടയ്ക്ക് പോകും, പിന്നെ വരും. എൻ്റെ സ്നേഹം വന്നും പോയി ഇരിക്കുന്നതാകരുത് കർത്താവേ. അത് സ്റ്റഡിയായി, അത് സ്ഥിരതയോടെ നിൽക്കുന്ന ഒരു സ്നേഹം. യേശുവിൻ്റെ ആ സ്നേഹത്തിൻ്റെ ഒരു പങ്കാളിത്തം എനിക്ക് നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. വലിയ വൻ കാര്യങ്ങൾ പറയുന്നതും ചെയ്യുന്നതൊന്നുമല്ല. എന്നാൽ യേശുവിൻ്റെ സ്നേഹത്തിൽ നമ്മെ തന്നെ സൂക്ഷിക്കുകയും സിമ്പിളായിട്ട്, ലളിതമായിട്ട്, എളിമയോടെ, താഴ്മയോടെ മറ്റുള്ളവരെ കരുണയോടെ സ്നേഹിക്കുന്ന ഒരു സ്നേഹത്തിലേക്കാണ് ദൈവം നമ്മെ വിളിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ നാം വിശുദ്ധമായി ജീവിക്കുന്നതിനെ കുറിച്ച് കേട്ടു. വിശ്വാസത്തിലും വിശുദ്ധിയിലും അവസാനത്തോളം നിലനിൽക്കേണ്ട ഒരു ആവശ്യത്തെക്കുറിച്ചും നാം കേട്ടു. അതിനെക്കുറിച്ച് ഞാനൊരു വചനം വായിക്കാൻ ആഗ്രഹിക്കുന്നു. എബ്രായ ലേഖനം 3-ാം അധ്യായം 6-ാം വചനം വായിക്കാം. ഹീബ്രൂസ് ചാപ്റ്റർ 3 വേഴ്സ് 6. ക്രിസ്തുവോ അവന്റെ ഭവനത്തിന് അധികാരിയായ പുത്രനായി തന്നെ പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം തന്നെ അവന്റെ ഭവനം ആകുന്നു. ദൈവമക്കളായ നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ആത്മീയത, സ്പിരിച്വാലിറ്റി വന്നുപോയി ഇരിക്കുന്നത് ഇടയ്ക്കിടയ്ക്കുള്ളതും ആയിരിക്കരുത്. അതിന് സ്ഥിരത വേണം. അത് അവസാനത്തോളം നാം മുറുകെ പിടിച്ചുകൊണ്ടിരിക്കണം. പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും, കർത്താവിലുള്ള പ്രത്യാശയും ഉറപ്പും, ദൈവസ്നേഹത്തിലുള്ള നമ്മുടെ നിലയും അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവിനെ ഭയപ്പെട്ടും സ്നേഹിച്ചും ജീവിക്കുമ്പോൾ നാം ഇന്ന് രാവിലെ കേട്ടതുപോലെ ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരുന്ന അനുഭവത്തിലായിരിക്കും നാം വന്നെത്തുക. അതൊരു വളർച്ചയാണ്. നമുക്കൊക്കെയും നമ്മുടേതായ കുറവുകളുണ്ട്. എന്നാൽ ദൈവം ആ കുറവുകളെ നികത്തി നിറവുകളാക്കി മാറ്റി അവസാനത്തോളം ദൈവകൃപയിൽ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. കുറച്ചു കാലം മാത്രമല്ല. രക്ഷിക്കപ്പെട്ടു, സ്നാനമേറ്റു, പരിശുദ്ധാത്മാ നിറവ് പ്രാപിച്ചു, കുറേയൊക്കെ ശുശ്രൂഷകളൊക്കെ ചെയ്തു, പിന്നെ തണുത്തു പോകുന്ന ചിലരുണ്ട്. പിന്നെ ആത്മീയജീവിതം, ഭൗതികതയും എല്ലാം കൂടെ ചേർന്ന്, എല്ലാ മനുഷ്യരുമായിട്ടും ചേർന്ന് ലോക മനുഷ്യരെ പോലെ ജീവിക്കുന്ന ആളുകളും ദൈവദാസന്മാരും ഒക്കെ ഉണ്ട്. എന്നാൽ നാം അങ്ങനെ ആകാനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. നമ്മുടെ ജീവിതകാലം മുഴുവനും, കുറെ കാലത്തേക്കല്ല, ഫോർ എ ലൈഫ് ടൈം, ജീവിതകാലം മുഴുവനും കർത്താവിനോട് വിശ്വസ്തരായി ദൈവം ഏൽപ്പിച്ച ജോലികളൊക്കെ ചെയ്ത്, പ്രവൃത്തികൾ, ശുശ്രൂഷകൾ ചെയ്ത്
നമ്മുടെ ആയുഷ്കാലം മുഴുവനും യേശുവിനെ നോക്കിക്കൊണ്ട് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ജീവിക്കുക. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എ ലൈഫ് ടൈം ഓഫ് ഫെയ്ത്ത്ഫുൾനെസ് ടു ക്രൈസ്റ്റ് ആൻഡ് ലിവിങ് ഇൻ എ ക്രൈസ്റ്റ് ലൈക്ക് ലൈഫ് ഓഫ് ഹ്യൂമിലിറ്റി. ഇതാണ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. നമ്മളിവിടെ കേൾക്കുന്ന എല്ലാ പ്രസംഗങ്ങളും എല്ലാ വചനങ്ങളും അതിലേക്ക് ദൈവമക്കളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വചനങ്ങളാണ്. നാം ആ വചനങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകണം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ക്രിസ്തുവിന്റെ സ്വഭാവത്തിലും സ്വരൂപത്തിലും വളർന്നു വന്ന് യേശുവിനെ പോലെ ചിന്തിക്കുന്നവരും ഇന്ന് കേട്ടതുപോലെ യേശുവിനെ പോലെ സ്നേഹിക്കുന്നവരും അവസാനത്തോളം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ആ സ്നേഹം, തൻ്റെ ജീവനെ രക്തം ഊറ്റിക്കൊടുക്കുന്ന സ്നേഹം, അത്രയും സ്നേഹം നമുക്കാർക്കും ഇല്ല. ദൈവമേ, ആ യേശുവിന്റെ സ്നേഹത്തിലേക്ക് എന്നെ കുറച്ചുകൂടെ കൈപിടിച്ചുയർത്തണമേ, ആനയിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നിശ്ചയമായും ദൈവം നമ്മെ ആ വളർച്ച തന്ന് നമ്മെ അനുഗ്രഹിക്കും. കർത്താവിനോടുള്ള വിശ്വസ്തത അത് മുറുകെ പിടിച്ചുകൊണ്ട് അവസാനത്തോളം നാം നിൽക്കണം എന്നിവിടെ കാണുന്നു. അതേ അധ്യായത്തിന്റെ 14 വാക്യം വായിക്കാം. ഹീബ്രൂസ് 3:14. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ. അവിടെയും ആ കാര്യം ശ്രദ്ധിക്കുക. ഇഫ് വി ഹോൾഡ് ഫാസ്റ്റ് ദ ബിഗിനിങ് ഓഫ് അവർ അഷുറൻസ് ഫേം അൺടിൽ ദ എൻഡ്. അവസാനത്തോളം ദൈവം നൽകിയ ആ പ്രത്യാശയും ആ ഉറപ്പും വിശ്വാസവും ഒക്കെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവകൃപയിൽ താഴ്മയോടെ ജീവിക്കണം. അതിനാണ് ആത്മീയ കൂട്ടായ്മയുടെ ആവശ്യം, സഹോദരവർഗത്തിന്റെ ആവശ്യം അവിടെയാണ്. ദൈവം നമ്മെ ഒറ്റയ്ക്കങ്ങ് വിട്ടേച്ചാൽ നാം ഒക്കെ നമ്മുടെ വഴിക്ക് പോകുവാൻ അഹങ്കാരികളായി, പൊങ്ങച്ചക്കാരായി, ആരെയും കൂസാത്തവരും ആരെയും വകവെക്കാത്തവരായി നാം അങ്ങ് പോകും. എന്നാൽ ദൈവം നമ്മെ ദൈവസഭയിൽ കൊണ്ടാക്കി വെച്ചിരിക്കുന്നു. അന്യോന്യം കേൾക്കുവാനും തിരുത്തലുകൾ സ്വീകരിക്കുവാനും രൂപാന്തരപ്പെട്ട് കർത്താവിൽ വളരുവാനും വേണ്ടിയാണ് ദൈവം നമ്മെ ശരീരമായ സഭയിൽ ആക്കി വെച്ചിരിക്കുന്നത്. സഭയിൽ കീഴ്പ്പെട്ടിരിക്കുവാനും ദൈവവചനം കേൾക്കുവാനും അത് ഏറ്റെടുത്ത് മാനസാന്തരപ്പെട്ട് താഴ്മയോടെ ജീവിക്കുവാനും ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവം നമ്മെ വിളിച്ചത് ഒരു പവിത്രമായ വിശുദ്ധമായ ജീവിതത്തിലേക്കാണ്. God has called us to a holy life. നാം കഴിഞ്ഞ ദിവസം അത് ചിന്തിക്കുകയുണ്ടായി. ഒരു പവിത്രമായ നിർമ്മലമായ ജീവിതത്തിലേക്കാണ് യേശു നമ്മെ വിളിക്കുന്നത്. നാം യോഹന്നാന്റെ ലേഖനത്തിൽ വായിച്ചല്ലോ, അവനിൽ ഈ പ്രത്യാശയുള്ളവൻ എല്ലാം എന്ത് ചെയ്യുന്നു? ക്രിസ്തു എപ്രകാരം നിർമ്മലനായിരിക്കുന്നുവോ അതുപോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. അതുകൊണ്ട് ആ വാക്യത്തിന്റെ അടിസ്ഥാനത്തിലും മറ്റു പല വചനങ്ങളുടെ അടിസ്ഥാനത്തിലും ദൈവമക്കളായ നമുക്ക് നമ്മെ തന്നെ പരിപാലിക്കുവാനും സൂക്ഷിക്കുവാനുമുള്ള ഉത്തരവാദിത്വമുണ്ട്. എല്ലാ കാര്യങ്ങളും ദൈവം ഇങ്ങോട്ട് വന്ന് ചെയ്യുകയും നാം ഒന്നും ചെയ്യാതെ ഇരിക്കുകയുമല്ല. നാം മനസ്സ് വെച്ച് ചില ചോയ്സസ് എടുത്ത്, നാം ഇന്ന് കേട്ടതുപോലെ സ്നേഹിക്കുക എന്നുള്ളത് യേശുവിൻ്റെ ഒരു ചോയ്സ് ആയിരുന്നു. നമുക്കും അതൊരു ചോയ്സ് ആയിരിക്കണം. അത് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഐ വോണ്ട് ടു ലിവ് ഇൻ ഹോളിനെസ്. അതെൻ്റെ ചോയ്സാണ്, എൻ്റെ തിരഞ്ഞെടുപ്പാണ്, എൻ്റെ തീരുമാനമാണ്. ഈ ലോകം തിന്മയിലേക്ക് കൂപ്പുകുത്തി വീണുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ചുറ്റുപാടുമുള്ള സമൂഹം വളരെയധികം അധപ്പതനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നാം ശ്രദ്ധിക്കാതെ ഇരുന്നാൽ നാമും ആ ഒഴുക്കിൽപ്പെട്ട് അവരെ പോലെ ആകാനും അവരെ പോലെ സംസാരിക്കാനും കൊച്ചു കൊച്ചു കള്ളങ്ങൾ പറഞ്ഞു തുടങ്ങാനും ഒക്കെ സാധ്യതയുണ്ട്. നാം വളരെ ജാഗ്രതയായിരിക്കണം. സത്യത്തിന്റെ മാർഗത്തിൽ, വിശുദ്ധിയുടെ മാർഗത്തിൽ, കർത്താവിനെ സ്നേഹിച്ച് അതുപോലെ എളിമയുടെ മാർഗത്തിൽ നാം ജീവിക്കണം. അതും ദൈവം ആഗ്രഹിക്കുന്നു. ദ വേ ഓഫ് ഹ്യൂമിലിറ്റി. യേശുവിൻ്റെ എല്ലാ സ്വഭാവങ്ങളും എഴുതി കൂട്ടിയാൽ ഹ്യൂമിലിറ്റിയിൽ വന്ന് നിൽക്കും, താഴ്മയിൽ വന്ന് നിൽക്കും. സാത്താന്റെ എല്ലാ സ്വഭാവങ്ങളും കൂടെ എഴുതി കൂട്ടിയാൽ പ്രൈഡ് അല്ലെങ്കിൽ അഹങ്കാരം, നിഗളം അതിൽ വന്ന് നിൽക്കും. യേശുവിൻ്റെ സ്വഭാവത്തിന്റെ മറ്റൊരു ഭാഗമാണ് സ്നേഹമെന്നുള്ളത്. അൺസെൽഫിഷ് ലവ്, സ്വാർത്ഥതയില്ലാത്ത ആ സ്നേഹം. നാം ഇന്ന് രാവിലെ അതിനെക്കുറിച്ചാണ് കേട്ടത്. യേശുവിൻ്റെ ആ സ്വാർത്ഥതയില്ലാത്ത സ്നേഹം, അതിലേക്കും നമ്മെ ഇന്ന് രാവിലെ ദൈവം വിളിക്കുകയാണ്. യേശുവിൻ്റെ താഴ്മയിലേക്കും അവിടുത്തെ നിർവ്യാജമായ, നിസ്വാർത്ഥമായ, ത്യാഗപൂർണമായ, സാക്രിഫിഷ്യലായ സ്നേഹത്തിലേക്കും കർത്താവ് നമ്മെ ഇന്ന് ആഹ്വാനം ചെയ്യുകയാണ്. അതുപോലെ സെൽഫ് ഡിനായൽ, നമ്മെ തന്നെ, നമ്മുടെ സ്വയത്തെ, നമ്മുടെ ഈഗോയെ
സ്വയത്തെ ത്യജിക്കുന്ന ഒരു വഴിയിലേക്കാണ് യേശു നമ്മെ വിളിക്കുന്നത്. യേശു പല പ്രാവശ്യം പറഞ്ഞു, ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ആഗ്രഹിച്ചാൽ എന്ത് ചെയ്യണം? അവൾ തന്നെത്താൻ ത്യജിക്കണം, തൻ്റെ ക്രൂശ് എടുത്ത് യേശുവിനെ പിൻപറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യരുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് അവരുടെ അഹങ്കാരം. ഞാൻ എന്നുള്ള ആ ഭാവം. എൻ്റേത്, ഞാൻ നിങ്ങളെപ്പോലെയല്ല, ഞാൻ ഉയർന്ന ആളാണ്, എനിക്ക് അതും ഇതും എല്ലാം ഉണ്ട്, ഞാൻ വലിയ ആളാണ്, ഐ എം സ്റ്റാൻഡിങ് അറ്റ് എ ഹയർ ലെവൽ എന്നുള്ള ഒരു പൊങ്ങച്ചവും ഉന്നത ഭാവവും ആ ഈഗോ അത് നമ്മിലൊക്കെ ഉണ്ട്. എന്നാൽ ദൈവം ഈ കാലങ്ങളിൽ ആ സ്വയത്തെ ത്യജിക്കുവാനും ക്രിസ്തുവിന് ഒന്നാം സ്ഥാനം കൊടുക്കുവാനും ക്രൂശ് എടുത്ത് യേശുവിനെ അനുഗമിക്കുവാനും കർത്താവ് നമ്മോട് ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യേശുവിൻ്റെ സ്നേഹത്തിലേക്കും നന്മയിലേക്കും ദൈവം നമ്മെ ഇന്ന് രാവിലെ ആഹ്വാനം ചെയ്തല്ലോ. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്കൊക്കെയും നന്നായിട്ട് തുടങ്ങാനുള്ള ഒരു വ്യഗ്രതയുണ്ട്. മലയാളത്തിൽ അതിന് ആരംഭ ശൂരത്വം എന്ന് വിളിക്കാറുണ്ട്. എല്ലാം നന്നായിട്ടൊക്കെ തുടങ്ങും, പക്ഷെ കുറച്ചു കഴിഞ്ഞ് അതെല്ലാം അത് നന്നായിട്ട് പോകാത്ത ഒരവസ്ഥ വരുന്ന ഒരു കാര്യമുണ്ട്. എന്നാൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം നല്ലതായിട്ട് തുടങ്ങി, നല്ലതായിട്ട് പരിശുദ്ധാത്മാവിനാൽ അത് പ്രോഗ്രസ് ചെയ്ത് നന്നായിട്ട് പര്യവസാനിപ്പിക്കണം. തുടക്കം മാത്രം പോരാ. ഈ വർത്തമാന കാലത്ത് നമ്മുടെ രക്ഷയിൽ നാം പുരോഗമിച്ച് കർത്താവിനെ അനുഗമിക്കുന്നവരായി, യേശുവിൻ്റെ പിന്നാലെ ചെല്ലുന്നവരായി, അവിടുത്തെ സ്നേഹത്തെ മനസ്സിലാക്കി ആ സ്നേഹത്തിലേക്ക് ആകർഷിക്കപ്പെട്ട് മുമ്പോട്ട് ജീവിക്കുവാൻ കർത്താവ് നമ്മെ ആഗ്രഹിക്കുന്നു, നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവമേ, എനിക്ക് തുടക്കത്തിൽ ലഭിച്ച ആ ഉത്സാഹവും സന്തോഷവും ഒക്കെ അത് കുറഞ്ഞു പോകരുത്, അത് വർദ്ധിച്ചു വരണം. അതിനാണ് ദൈവമക്കളുടെ കൂട്ടായ്മ നൽകിയിരിക്കുന്നത്. ദൈവവചനത്തിൽ, വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇരുമ്പിന് മൂർച്ച കൂട്ടുന്നു. വായിച്ചിട്ടുണ്ടോ? അതെ, ഇരുമ്പിന് മൂർച്ച കൂട്ടുന്നു. അതിനെ തമ്മിൽ ചേർത്ത് രാകുമ്പോൾ ആ കത്തിക്ക് മൂർച്ച വരുന്നു. ഒരുവൻ മറ്റവനെ മൂർച്ച കൂട്ടുന്നു. ദൈവത്തിന്റെ മാർഗത്തിൽ, വിശുദ്ധിയുടെ മാർഗത്തിൽ, സ്നേഹത്തിന്റെ മാർഗത്തിൽ, താഴ്മയുടെ മാർഗത്തിൽ നമുക്ക് അന്യോന്യം മൂർച്ച കൂട്ടാനും മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുവാനും സഭയിൽ നമുക്ക് സാധിക്കുന്നു. അതിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു വചനം കൂടെ നമുക്ക് നോക്കാം. അത് സ്ഥിരതയുള്ളവരായി നിൽക്കണം എന്ന് പറയുന്ന ഒരു വചനമാണ്. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ അവസാനത്തെ ഒരു വചനം, 58-ാം വചനം. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കുകയാൽ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ച് വരുന്നവരും ആകുവേ. Therefore, my beloved brethren, be steadfast, immovable, always abounding in the work of the Lord. അവിടെ സ്റ്റെഡ്ഫാസ്റ്റ് ആവുക. ദൈവമക്കളോട് പറയുകയാണ്, സഹോദരങ്ങളെ, നിങ്ങൾ സ്റ്റഡിയായി നന്നായിട്ട് പുരോഗമിക്കണം, ഇടയ്ക്കിടയ്ക്ക് നിന്നു പോകരുത്. സ്റ്റെഡ്ഫാസ്റ്റായി പുരോഗമിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഉറപ്പുള്ള അചഞ്ചലരായി പുരോഗമിക്കണം. കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും വ്യാപൃതരും ആയിരിക്കണം. ഇത് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതാണ്, സ്ഥിരതയുള്ള ഒരു ക്രിസ്തീയ ജീവിതം. അതിന് ദൈവവചനം ആവശ്യമുണ്ട്, പ്രാർത്ഥന ആവശ്യമുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ നിറവും പ്രോത്സാഹനവും ആവശ്യമുണ്ട്, ദൈവമക്കളുടെ കൂട്ടായ്മയും പ്രോത്സാഹനവും നമുക്ക് ആവശ്യമുണ്ട്. ഞാൻ എൻ്റെ കാര്യം നോക്കിക്കൊള്ളാം എന്ന് നമുക്ക് ആർക്കും പറയാൻ സാധ്യമല്ല. നമുക്ക് അന്യോന്യം ഹെൽപ്പ് ആവശ്യമുണ്ട്. അതിനാണ് സഭയിൽ വരുന്നതും മീറ്റിങ്ങുകൾക്ക് പങ്കെടുക്കുന്നതും ദൈവവചനം കേൾക്കുന്നതൊക്കെയും. അങ്ങനെയുള്ള ഒരു എൻകറേജ്മെന്റ് ലഭിക്കാൻ വേണ്ടിയാണ്. ദൈവവചനത്തിൻ്റെയും കൂട്ടായ്മയുടെയും ആശ്വാസവും പ്രോത്സാഹനവും ദൈവമേ എനിക്ക് ആവശ്യമുണ്ട് എന്ന് കർത്താവിനോട് പറയുകയും നമ്മെ തന്നെ ദൈവമുമ്പാകെ എളിമപ്പെടുത്തുകയും ചെയ്യാം. ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം സ്വർഗീയമായ കാര്യങ്ങളിൽ മനസ്സ് വെച്ച് ജീവിക്കണമെന്നാണ്. ആ ഒരു ഭാഗം കൂടെ വായിച്ചിട്ട് ഞാൻ ഈ ചിന്ത അവസാനിപ്പിക്കാം. കൊലോസ് ലേഖനം 3-ാം അധ്യായം എടുക്കാം. കൊലോഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സസ് 1 and 2, 1-2 വാക്യങ്ങൾ. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കുവേൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുവേൻ. കീപ് സീക്കിംഗ് ദ തിങ്സ് എബവ്. വല്ലപ്പോഴും സ്വർഗീയമായ കാര്യങ്ങളൊന്ന് അന്വേഷിച്ചാൽ മാത്രം പോരാ.
ഞായറാഴ്ച വന്നൊരു വചനം കേട്ടു, കൊള്ളാമല്ലോ എന്ന് പറഞ്ഞ് തലകുലുക്കി നോട്ട് എഴുതിയെടുത്തുകൊണ്ട് പോയാൽ മാത്രം പോരാ. കീപ് സീക്കിങ്. എന്ത് ചെയ്യണം? ഉയരത്തിലുള്ളത് അന്വേഷിച്ചു കൊണ്ടേയിരിക്കുവിൻ. ദൈവികമായ അനുഗ്രഹങ്ങളും നന്മകളും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനതയായിരിക്കാൻ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഉയരത്തിലുള്ളത് നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുവിൻ. കീപ് സീക്കിങ് ദ തിങ്സ് എബവ്. രണ്ടാം വാക്യം, സെറ്റ് യുവർ മൈൻഡ് ഓൺ ദ തിങ്സ് എബവ്, നോട്ട് ഓൺ ദ തിങ്സ് ദാറ്റ് ആർ ഓൺ എർത്ത്. നിങ്ങളുടെ അന്വേഷണം, നിങ്ങളുടെ മനസ്സ് എവിടെ ആയിരിക്കണം? ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ള കാര്യങ്ങൾ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുവിൻ. ഇതത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം നാം കൂടുതൽ ഇടപെടുന്ന ഈ ലോകത്തിന്റെ കാര്യങ്ങളിലാണ്. ജോലിയും ബിസിനസ്സും കാര്യങ്ങളും പഠനവും കോളേജിൽ പോക്കും വീട്ടിലെ കാര്യങ്ങളും കൃഷിയും എന്ന് വേണ്ട ധാരാളം കാര്യങ്ങൾ നാം ഇടപെടുന്നവരാണ്. ഈ ലോകത്തിലെ കാര്യങ്ങളുമായിട്ട് ഇടപെടുന്നവരാണ്. പിന്നെ വല്ലപ്പോഴും മാത്രമേ ഉയരത്തിലുള്ള കാര്യങ്ങളിലേക്ക് മനസ്സ് വരുന്നുള്ളൂ. അതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അതൊന്ന് വ്യത്യാസപ്പെടണം. നാം ഈ ലോകത്തിന്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സും ആഗ്രഹവും ആശകളും അഭിലാഷങ്ങളും എല്ലാം ഉയരത്തിലുള്ള കാര്യങ്ങൾ, സ്വർഗത്തിലുള്ള കാര്യങ്ങളായിരിക്കാൻ കഴിയും. ഈ ഭൂമിയിലെ കാര്യങ്ങൾ ഇടപെടുമ്പോൾ, ഓരോ സാധനങ്ങൾ വാങ്ങുമ്പോൾ നമുക്ക് നമ്മോട് തന്നെ പറയാം, ഇതൊക്കെ തൽക്കാലം ഉപയോഗം ഉണ്ടെങ്കിലും നശിച്ചു പോകുന്ന സാധനങ്ങളാണ്. മുമ്പാരോ പറഞ്ഞതുപോലെ ഇതൊക്കെ ഉപയോഗത്താൽ, പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതാണ്, ഇതൊക്കെ ഉപയോഗത്താൽ നശിച്ചു പോകുന്നതാണ്. അതുകൊണ്ട് ഭൗതിക വസ്തുക്കൾ വാങ്ങുകയും ഉപയോഗിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിനെയൊക്കെ അതിൻ്റെ സ്ഥാനത്ത് നിർത്തണം. അത് നമ്മുടെ മനസ്സിൽ കയറുകയും ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വലിയ ആളാണെന്ന് ചിന്തിക്കാതിരിക്കുകയും ഭൗതിക വസ്തുക്കളെ ഉപയോഗിക്കുകയും ദൈവരാജ്യത്തിൽ മനസ്സ് വെച്ച് ജീവിക്കുകയും ചെയ്യുന്നവരാണ് ജ്ഞാനികളായവർ. ഈ ലോകത്തിലെ കാര്യങ്ങൾ നമുക്ക് ദൈവം പലതും തന്നിട്ടുണ്ട്. എങ്കിലും നമുക്ക് നമ്മോട് തന്നെ പറയാം, കർത്താവേ, ദൈവമേ, ഞാൻ ഇതിൻ്റെ ഒന്നും ഉടമസ്ഥനല്ല. ഐ എം നോട്ട് ദ ഓണർ, ഐ എം നോട്ട് ദ ആബ്സല്യൂട്ട് ഓണർ. ഗോഡ് ഓൾമൈറ്റി ഈസ് ദ ഓണർ. ഇതെല്ലാം ദൈവത്തിന്റെ വകയാണ്. കുറച്ചു കാലത്തേക്ക് ദൈവം ലോണായിട്ട് തന്നിരിക്കുക നമുക്ക് ഉപയോഗിക്കാനായിട്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, സെറ്റ് യുവർ മൈൻഡ് ഓൺ ദ തിങ്സ് എബവ്, കീപ് സീക്കിംഗ് ദ തിങ്സ് എബവ്. ഉയരത്തിലുള്ള കാര്യങ്ങളെ അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുകയും അതിനുള്ള പഠനം നമുക്ക് ആവശ്യമാണ്. ദൈവമേ, ലോകത്തിന്റെ കാര്യങ്ങൾ ഇടപെടുമ്പോൾ, വാങ്ങുമ്പോൾ, വിൽക്കുമ്പോൾ, കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അതൊക്കെ എൻ്റെ സ്വന്തമാണെന്ന് വെച്ച് അതിൽ അഹങ്കരിക്കരുതേ. ഞാൻ ഇതൊക്കെ നശിച്ചു പോകുന്ന വസ്തുക്കളാണെന്ന് വിചാരിച്ചുകൊണ്ട് ദൈവമഹത്വത്തിന് വേണ്ടി ഇവയൊക്കെ ഉപയോഗിപ്പാൻ എന്നെ പഠിപ്പിക്കണമേ എന്ന് നമുക്ക് ദൈവത്തിനോട് പറയാം. കർത്താവ് നമ്മെ അതിനായിട്ട് വിളിക്കുകയാണ്. സഹായിക്കട്ടെ. അതിൻ്റെ 5 മുതൽ 10 വരെ വായിച്ചാൽ നെഗറ്റീവായ ദൈവമക്കൾ വിട്ടുകളയേണ്ട പാപ സ്വഭാവങ്ങളെക്കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ അവിടെ പറയുന്നത്. അത് പിന്നെ നിങ്ങൾ വായിച്ചു നോക്കണം. കൊലോസ്യർ 3-ാം അധ്യായം 5 മുതൽ 10 വരെ. നിങ്ങളോ കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെ വിട്ടുകളയുവിൻ. അന്യോന്യം ഭോഷ്ക അഥവാ നുണ പറയരുത്. പഴയ മനുഷ്യനെ നിങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞിരിക്കുന്നുവല്ലോ. ഇനിയും 12-13 വാക്യങ്ങൾ നോക്കുക. അത് പോസിറ്റീവായ നാം ഏറ്റെടുക്കേണ്ട സ്വഭാവ സവിശേഷതകളാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ വൃതന്മാരെ, വിശുദ്ധന്മാരെ, പ്രിയരെ, മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുത്തുകൊണ്ട് ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവീൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവീൻ. പ്രൈസ് ദി ലോർഡ്. എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിക്കുവീൻ. നാം ഇന്ന് കേട്ട കാര്യം അത് തന്നെയാണ്. യേശുവിൻ്റെ സ്നേഹം ധരിച്ചുകൊണ്ട് ആ സ്നേഹത്തിൽ നല്ല മനസ്സുള്ളവരായി ജീവിക്കുക. മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു നന്മ ചെയ്യാൻ അവസരമുണ്ടായാൽ അത് ചെയ്യണം. നമ്മുടെ സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കി, സ്വന്തം നേട്ടവും ലാഭവും മാത്രം നോക്കാതെ മറ്റുള്ളവർക്കും ഉപകാരം ചെയ്യുവാനും നന്മ ചെയ്യുവാനും ദൈവമേ, യേശുവിൻ്റെ ആ സ്നേഹത്തിൻ്റെ ആ മനോഭാവം, സ്വാർത്ഥത അന്വേഷിക്കാത്ത സ്നേഹം എനിക്ക് നൽകണമേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആ യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് ഇന്ന് രാവിലെ ദൈവം നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. കർത്താവെ, ആ സ്നേഹത്തിലേക്ക് ഞാൻ വീണ്ടും എൻ്റെ മനസ്സ് വയ്ക്കുന്നു, എൻ്റെ മുഖം തിരിക്കുന്നു. ഈ വരുന്ന ആഴ്ച, വരുന്ന ദിവസങ്ങൾ അങ്ങയുടെ സ്നേഹത്തിൻ്റെ പങ്കാളിയായി എന്നെ മാറ്റണമേ എന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ, മുമ്പോട്ട് വഴി നടത്തട്ടെ. പ്രൈസ് ദി ലോർഡ്.